ദൈവനാമം പൂജിതമാവട്ടെ. എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശു കർത്താവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനവും കുശലാന്വേഷണങ്ങളും അറിയിക്കുന്നു. പൂർണ്ണമായതും അംശമായതും എന്ന വിഷയത്തെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ആരായുകയാണ്. ഒട്ടനേകം ആളുകൾ വേദപുസ്തക പഠനത്തിൽ വളരെയേറെ തെറ്റിദ്ധാരണകൾക്ക് വശംവദരായി തീർന്നിട്ടുള്ള ഒരു വിഷയമാണ് കൃപാവരങ്ങൾ എന്ന വിഷയം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയുടെ ആത്മീക വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി നൽകിയിട്ടുള്ള അനുഗ്രഹീതമായ വരദാനം, ആ വരദാനത്തെ മനസ്സിലാക്കുന്നതിൽ ഏറെ ആളുകളും തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇന്ന് ആത്മീക മണ്ഡലത്തിൽ നിരവധി തെറ്റായ പഠിപ്പിക്കലുകൾ ഈ കൃപാവരം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. അതിലേറെ തർക്കങ്ങൾക്ക് വഴിതെളിച്ചിട്ടുള്ള ഒരു വിഷയം അത്രേ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായത്തിൽ കാണുന്ന അംശമായതും പൂർണ്ണമായതും. ആ വേദഭാഗം ശ്രോതാക്കളെ വായിച്ചു കേൾപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായം അതിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. സുദീർഘമായി വേദഭാഗത്തിൽ വളരെ സ്പഷ്ടമായി ധന്യനായ പൗലോസ് പൂർണ്ണമായത് എന്താണെന്നും അംശമായത് എന്താണെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ആത്മീക വരങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ തെറ്റുധാരണയ്ക്ക് കാരണമായി ഭവിച്ചത് ഇന്ന് ഉള്ള നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന കൃപാവരങ്ങളെ നിലനിർത്തുവാൻ വേണ്ടിയാണ് പൂർണ്ണമായത് എന്താണ് എന്ന പഠനത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്നത്. ഈ വേദഭാഗം എത്രയും സ്പഷ്ടമായി പൂർണ്ണമായത് എന്താണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആരംഭമായി ആ വാക്യത്തിലൂടെ നമുക്കൊന്ന് കണ്ണുകൾ ഓടിക്കാം. അതിൻ്റെ 8 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: പ്രവചനപരമോ അത് നീങ്ങിപ്പോവും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോവും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. ഏതാണ് പൂർണ്ണത, ഏതാണ് അംശമായത്? ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. അംശമായുള്ള അറിവും അംശമായുള്ള പ്രവചനവും, അതിൻ്റെ പൂർണ്ണതയാണ് വരേണ്ടത്. ഇതിനെ സംബന്ധിച്ച് പല തർക്കങ്ങളും പല വാദഗതികളും ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ പൂർണ്ണമായത് സ്നേഹമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം സ്നേഹമാണ് എന്നുള്ളതിന് തർക്കമില്ല. ആ സ്നേഹത്തിൻ്റെ ഇതര വശങ്ങളെക്കുറിച്ച് പൗലോസ് വ്യക്തമാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് കൃപാവരങ്ങൾക്ക് വരുന്ന മാറ്റത്തെക്കുറിച്ച് താൻ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സ്നേഹമാണ് പൂർണ്ണമായത് എന്ന ഒരു വാദം വച്ചു പുലർത്തുന്നവരുണ്ട്. പ്രത്യേകിച്ച് പാസ്റ്റർ ഷിബു പീഡിയക്കൽ കഴിഞ്ഞ ദിവസം ഡാളസിൽ വെച്ച് നടന്ന ബ്രദറൻ പെന്തക്കോസ് സ്നേഹസംവാദത്തിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായത് സ്നേഹമാണ് എന്നത്രേ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അത് താൻ മാത്രം വിശ്വസിക്കുന്നതല്ല, തന്നെ പോലെയുള്ള മറ്റു ചിലരും കൂടെ പൂർണ്ണമായത് സ്നേഹമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. പൂർണ്ണമായത് സ്നേഹമാണെങ്കിൽ പൂർണ്ണമായത് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് തത്വത്തിൽ പറയേണ്ടി വരും. അത് വേദപുസ്തകത്തിലെ വെളിപ്പെടുത്തലിന് വിരുദ്ധമായ ഒരാശയമാണ്. സ്നേഹത്തിൻ്റെ പൂർണ്ണത ചരിത്രത്തിൽ നടന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 16 വാക്യത്തിൽ കൃത്യതയോടെ നാം വായിക്കുന്നത്, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞത്
സ്നേഹത്തിൻ്റെ പൂർണ്ണതയായിരുന്നു. സ്നേഹത്തെ ദൈവം അവിടെ വെളിപ്പെടുത്തി. ഇനി സ്നേഹത്തിന് മറ്റൊരു പൂർണ്ണത ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തും കാലത്തൊരിടത്തും വരുന്ന നിത്യതയിലും കാണുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ മനസ്സിലുള്ള, ഹൃദയത്തിലുള്ള സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത് കാൽവറിയിലെ ക്രൂശിലാണ്. പാപിയായ മനുഷ്യന് വേണ്ടി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ശിക്ഷിച്ച മഹത്തായ സംഭവം, അതിലൂടെ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇനിയും സ്നേഹത്തിനൊരു പൂർണ്ണതയുണ്ട്, വരാനിരിക്കുന്നതാണ് അത് എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുകയില്ല. വേറെ ചിലരുടെ വാദം പൂർണ്ണമായത് കർത്താവായ യേശുക്രിസ്തുവും അവൻ്റെ വരവും എന്നത്രേ. അങ്ങനെ വാദിക്കുന്ന ആളുകളും ഇല്ലാതെയില്ല. ക്രൈസ്തവ സമൂഹത്തിൽ ഒട്ടനേകം ആളുകൾ അത് ചിന്തിക്കുന്നു. യേശുക്രിസ്തുവാണ് വരാനിരിക്കുന്ന പൂർണ്ണതയെന്നും യേശുക്രിസ്തു വരുന്നത് വരെ ഈ കൃപാവരങ്ങളെല്ലാം തുടരണം എന്നും അവർ വാദിക്കുകയാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ വരവോടുകൂടെ ഈ 3 കൃപാവരങ്ങൾ മാത്രമല്ല, സകല കൃപാവരങ്ങളും അതോടുകൂടെ നിന്നു പോവുകയാണ്. അതിനപ്പുറത്ത് മറ്റൊരു കൃപാവരത്തിൻ്റെ ആവശ്യമില്ല. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അവസാനിക്കുകയും ദൈവസഭ തൻ്റെ സവിധത്തിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യുന്ന മഹത്തായ സുദിനമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവിൽ ഈ 3 കൃപാവരങ്ങൾ മാത്രം നിന്നു പോകണം എന്ന് പറയുന്നത് അത് വേദപുസ്തകത്തിൻ്റെ വെളിപ്പെടുത്തലിന് യോജിക്കാത്തതാണ്, ബാലിശികമായ ഒരു വാദമാണ് എന്ന് ആദ്യം തന്നെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ഏതെങ്കിലും സിദ്ധാന്തപരമായ വിഷയങ്ങളിലേക്കൊന്നും പോകുവാൻ ഈ വേദഭാഗം ആരെയും അനുവദിക്കുന്നില്ല. പൂർണ്ണമായത് എന്താണെന്ന് ഈ വചനം തന്നെ, ഈ വേദഭാഗം തന്നെ വളരെ സ്പഷ്ടമായി വെളിപ്പെടുത്തുകയാണ്. അവിടെ പൗലോസ് പറയുന്നു, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. ഇവിടുത്തെ വിവക്ഷ ഏതൊന്ന് അംശമായിരിക്കുന്നുവോ അതിൻ്റെ പൂർണ്ണതയാണ്. പൂർണ്ണത എന്താണ് എന്ന് കണ്ടെത്തുവാൻ ഈ വേദഭാഗം മാത്രം നാം ശ്രദ്ധിച്ചാൽ മതി. മറ്റൊരു വ്യാഖ്യാനത്തിലേക്കും പോകേണ്ട ആവശ്യമില്ല. ഏതൊന്ന് അംശമായിരിക്കുന്നുവോ അതിൻ്റെ പൂർണ്ണത. ഇവിടെ 2 പ്രയോഗങ്ങളാണ് നമ്മൾ പ്രത്യേകം കുറിക്കൊള്ളേണ്ടത്. അംശം, പൂർണ്ണത എന്ന 2 പ്രയോഗങ്ങൾ. അംശമായത് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രയോഗത്തിൻ്റെ മൂലപദം മെറോസ് എന്ന പദമാണ്. അതിന് അംശം, പങ്ക്, ഓഹരി എന്നുള്ള അർത്ഥങ്ങളാണ് തിരുവെഴുത്ത് നൽകിയിട്ടുള്ളത്. ഏകദേശം 43 പ്രാവശ്യം ഈ പദം പുതിയ നിയമത്തിൽ വരുന്നതായി നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 2:22 ആ പ്രയോഗം വരുന്ന ഒരു വേദഭാഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഗലീല പ്രദേശം എന്ന് പറയുന്ന ഒരു പ്രയോഗം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഗലീല പ്രദേശം എന്ന് പറഞ്ഞാൽ പല പ്രദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഭൂപ്രദേശത്തിനത്രേ ഗലീല പ്രദേശം എന്ന് പറയുന്നത്. പല ഗ്രാമങ്ങൾ ചേരുന്ന ഒരു പ്രദേശം. അപ്പോൾ ആ മെറോസ് എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം പല അംശങ്ങൾ ചേർന്ന് പൂർണ്ണമായിരിക്കുന്ന ഒരവസ്ഥയെ അത്രേ അത് കുറിക്കുന്നത്. തീർച്ചയായും അംശമായി മാത്രം നാം അറിയുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആ അംശമായ അറിവ്, അംശമായ പ്രവചനം ഇതെല്ലാം ദൈവവചനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് സ്പഷ്ടമാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ വായിച്ചുവല്ലോ, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഈ 3 വരങ്ങളെ പ്രത്യേകമായി എടുത്ത് പറയാൻ ഒരു പ്രത്യേക കാരണമുള്ളത്, ദൈവിക വെളിപ്പാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രമുഖമായ അടയാള വരങ്ങളത്രേ ഈ 3 വരങ്ങളും. അവിടെ പ്രവചനപരം, പുതിയ നിയമ സത്യങ്ങൾ ലിഖിതമാക്കുന്നതിന് മുമ്പ് ദൈവിക വെളിപ്പാട് സ്വീകരിച്ച് അപ്പോഴപ്പോൾ ദൈവസഭയ്ക്ക് പകർന്നു നൽകുവാൻ ദൈവം ചില പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത വരസിദ്ധിയാണ് പ്രവചനവരം എന്ന് പറയുന്നത്. ദൈവാത്മാവ് അവരുടെ ആത്മാവിൽ കൊടുക്കുന്ന ആ വെളിപ്പാട് അവരേറ്റെടുക്കുകയും ആ വെളിപ്പാട് ദൈവസഭയ്ക്ക് അവർ പകർന്നു നൽകുകയും ചെയ്യുകയായിരുന്നു. പുതിയ നിയമസഭ ആരംഭിച്ചപ്പോൾ ആ സഭ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉപദേശ രൂപം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നാൽ സഭയുടെ കാര്യങ്ങൾ എങ്ങനെ, സഭയിൽ എങ്ങനെ ജീവിക്കണം, സഭയിലെ ശുശ്രൂഷകൾ എങ്ങനെ നിർവഹിക്കണം,
ഇങ്ങനെ ഒട്ടനേകം ഉപദേശ രൂപത്തിലുള്ള വിഷയങ്ങൾ ആർക്കും തന്നെ അറിവായിരുന്നില്ല. എന്നാൽ പൊടുന്നനെ ആരംഭിച്ച ദൈവസഭയുടെ നിലനിൽപ്പിന് കെട്ടുപണിക്ക് വേണ്ടി ദൈവം ഏർപ്പെടുത്തിയ സംവിധാനമായിരുന്നു ദൈവികമായ സത്യം പ്രവാചകന്മാരുടെ മനസ്സിലേക്ക് ആത്മാവിൽ പകർന്നു നൽകുകയും അവർക്ക് ലഭിച്ച ആ വെളിപ്പാടുകൾ അപ്പോഴപ്പോൾ അവർ ദൈവസഭയെ അറിയിച്ചു കൊണ്ടിരിക്കുകയും ആയിരുന്നു. അതിനെയാണ് അവിടെ പ്രവചന വരം എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് നാം അറിയുന്നത് പോലെ ഭാഷാവരമാണ്. അതും ദൈവവചനം പകർന്നു നൽകുവാൻ ദൈവം നൽകിയ മറ്റൊരു മാധ്യമമാണ്. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തുമുള്ളവരോട് സുവിശേഷവും ദൈവവചനവും പങ്കുവയ്ക്കുവാൻ വേണ്ടി ദൈവം ഏർപ്പെടുത്തിയിട്ടുള്ളൊരു സംവിധാനമാണ് ഈ ഭാഷാവരം എന്ന് പറയുന്നത്. ഭാഷാവരത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വിഷയത്തിൽ മുമ്പോട്ട് വരുവാൻ ആഗ്രഹിക്കുകയാണ്. പല പ്രിയപ്പെട്ടവരും ധരിച്ചിരിക്കുന്നത് പോലെ ഭാഷാവരം എന്ന് പറയുന്നത് നിഗൂഢമായ എന്തെങ്കിലും ഒന്നല്ല. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ 7 അധ്യായങ്ങളിൽ ഭാഷാവരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആദ്യം നമ്മുടെ കർത്താവ് തന്നെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. മർക്കോസിൻ്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ചു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും തുടങ്ങി 5 അടയാളങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞു. വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അടയാളങ്ങളിൽ പ്രമുഖമായ ഒരു അടയാളമാണ് പുതുഭാഷകളിൽ സംസാരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഉപദേശിച്ച ആ കാര്യം ചരിത്രത്തിൽ ആദ്യം സംഭവിച്ചത് നാം അറിയുന്നത് പോലെ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലത്രേ. 2-ാം അധ്യായത്തിൽ ആദ്യമായി അന്യഭാഷാ ഭാഷണമുണ്ടായപ്പോൾ 15-ൽ അധികം ഭാഷക്കാർ അവിടെ കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ 15-ൽ അധികം വരുന്ന ഭാഷക്കാരുടെ നടുവിൽ നിന്ന് ഗലീലക്കാരായ അപ്പോസ്തലന്മാർ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിച്ചു. മറ്റുള്ളവരുടെ ഭാഷകളിൽ ഗലീലക്കാരായ അപ്പോസ്തലന്മാർ സംസാരിച്ചപ്പോൾ കേൾവിക്കാർക്ക് അത് ആശ്ചര്യമായി. ഒരു വ്യാഖ്യാനവും കൂടാതെ വളരെ കൃത്യതയോടെ അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയായിരുന്നു. കേൾവിക്കാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷകളിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? വ്യക്തമായ ഭാഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സംഭാഷണ രീതിയായിരുന്നു അവിടെ നടത്തിയത്. അതിലൂടെ ദൈവവചനം വ്യക്തമാക്കപ്പെടുകയായിരുന്നു. കേൾവിക്കാർ പറയുന്നത്, നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നുവല്ലോ എന്നാണ്. കേൾവിക്കാർക്ക് ആശ്ചര്യമുണ്ടായി. അവിടെ പറഞ്ഞത് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. തങ്ങളോടാണ് സംസാരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായി. ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ വൻകാര്യമാണ് അവർ സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി. എത്രയും ചുരുക്കി പറഞ്ഞാൽ വളരെ സ്പഷ്ടമായി ദൈവവചനം പകർന്നു നൽകുവാൻ, വിവിധ ഭാഷക്കാർക്ക് പകർന്നു നൽകുവാൻ ദൈവം ഏർപ്പെടുത്തിയ സംവിധാനമായിരുന്നു അന്യഭാഷാ വരം എന്ന് പറയുന്നത്. അത് തന്നെയാണ് കൊരിന്ഥി ലേഖനത്തിലും നാം കാണുന്നത്. ഇവിടെ ഭാഷാവാദികൾ കാണിക്കുന്ന ഒരു കുതന്ത്രം ഉള്ളത്, കൊരിന്ഥി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അന്യഭാഷകളെ വരഭാഷയെന്നും അപ്പസ്തല പ്രവൃത്തികളിൽ കാണുന്നതിനെ അടയാള ഭാഷയെന്നും രണ്ടായി തിരിച്ചു പഠിപ്പിക്കുന്നത് വേദപുസ്തകത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനമോ അങ്ങനെ ഒരു ആശയമോ വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഏതൊരു ഭാഷ വരമായി നൽകിയോ അത് തന്നെയാണ് അടയാളമായും ഭവിച്ചത്. ചിലർ പറയുന്നത് ആത്മസ്നാനത്തിൻ്റെയും ആത്മാഭിഷേകത്തിൻ്റെയും ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷാ ഭാഷണമാണ് എന്നത്രേ. എന്നാൽ വേദപുസ്തകം അതിനോട് വിയോജിക്കുകയാണ് ചെയ്യുന്നത്. വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച എല്ലാവരും അന്യഭാഷ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൊരിന്ഥി ലേഖനത്തിൽ നാം കാണുന്ന അതേ ഭാഷാവരങ്ങൾ തന്നെയാണ് പ്രവൃത്തികളിൽ വിശ്വസിച്ചവരുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നപ്പോൾ അതിൻ്റെ അടയാളം ആയും വ്യാപനത്തിനു വേണ്ടിയും ദൈവം പകർന്നു നൽകിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്ന അതേ സംഭവം ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുന്നതല്ലാതെ അങ്ങനെ ഒരു കാര്യവും ഒരിടത്തും നടക്കുന്നില്ല. ഉദാഹരണത്തിന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവരെല്ലാവരും കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് വലിയ മുഴക്കമുണ്ടായി എന്നത്രേ. കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് വലിയ മുഴക്കമുണ്ടായി. ആ ഒരു പ്രയോഗം വായിച്ചിട്ട് ഇന്നും കൊടിയെ കാറ്റടിക്കണമേ എന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവരുണ്ട്.
അത് തെറ്റായ ഒരു കാര്യമാണ്. പെന്തക്കോസ്ത് നാളിൽ ഒരിടത്തും കൊടിയ കാറ്റടിച്ചില്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയൊരു മുഴക്കമുണ്ടായി എന്നത്രേ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി എന്നാണ്. അവിടെ അഗ്നി ആരും കണ്ടില്ല, തീ ആരും കണ്ടില്ല. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു എന്നത്രേ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിൽ അവിടെ കൂടിയിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തമായി വരികയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അത് തന്നെയാണ് കൊരിന്ത് ലേഖനത്തിൽ കാണുന്ന ഭാഷാവരം എന്നും ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുവാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത് ജ്ഞാനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുകയാണ്, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ജ്ഞാനമൊക്കെ മാറിയിട്ട് നമ്മൾ മണ്ടന്മാരായി തീരും എന്നാണോ? ഒരിക്കലുമല്ല. മാനുഷികമായ ജ്ഞാനത്തെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ നമ്മുടെ മനസ്സിൽ സ്വരൂപിച്ചിരിക്കുന്ന അറിവിനെക്കുറിച്ചോ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം തൻ്റെ വചനം എഴുതുവാനും ആത്മാവിൻ്റെ സഹായത്താൽ മനുഷ്യഹൃദയങ്ങളെ അറിയുവാനുമായി അപ്പസ്തലന്മാരിലും മറ്റും നൽകിയിരുന്ന ജ്ഞാനവരമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ജ്ഞാനത്തിൻ്റെ വചനമെന്നും പരിജ്ഞാനത്തിൻ്റെ വചനമെന്നും വിളിച്ചിരിക്കുന്ന അതേ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ആ ജ്ഞാനം നീങ്ങിപ്പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ജ്ഞാനം അപ്പോസ്തലന്മാരിലുണ്ടായിരുന്നു. അനനിയാസും സഫീരയും ചെയ്ത പാപം ബോധ്യപ്പെടുത്തുവാൻ ദൈവാത്മാവ് അപ്പോസ്തലന്മാരെ സഹായിച്ചു. അതെത്രയും സ്പഷ്ടമാണ്. അങ്ങനെ ജ്ഞാനസിദ്ധിയുള്ള ഒരു സിദ്ധനും ഇന്നൊരു സമൂഹത്തിലും ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. നിന്നു പോകുകയും നിലനിൽക്കുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ഓർപ്പിച്ചല്ലോ, അവിടെ ഏതൊന്ന് അംശമായിരിക്കുന്നുവോ അതിൻ്റെ പൂർണ്ണതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് അവിടെ അംശമായിരിക്കുന്നത്? അതിൻ്റെ പൂർണ്ണതയാണ് വരേണ്ടത്. പൂർണ്ണമായത് ദൈവിക വെളിപ്പാടാണ് എന്ന് പറയാനും പഠിപ്പിക്കാനും ദൈവവചനം നമ്മെ സഹായിക്കുന്നത്. അവിടെ പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഏതൊന്ന് അംശമായിരിക്കുന്നുവോ അതിൻ്റെ പൂർണ്ണത. അവിടെ പറയുന്നു, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. അതിൻ്റെ അർത്ഥം തീർച്ചയായും അംശമായുള്ള നമ്മുടെ അറിവും അംശമായ നമ്മുടെ പ്രവചനവും അതിൻ്റെ പൂർണ്ണത, അംശമായ അറിവിൻ്റെ പൂർണ്ണത പൂർണ്ണമായ അറിവാണ്. അംശമായ പ്രവചനത്തിൻ്റെ പൂർണ്ണത പൂർണ്ണമായ പ്രവചനമാണ്. ഭാഗിക ചന്ദ്രൻ ചന്ദ്രനാണ്, പൂർണ്ണചന്ദ്രനും ചന്ദ്രൻ തന്നെയാണ്. ഭാഗിക ചന്ദ്രൻ ചന്ദ്രനും പൂർണ്ണചന്ദ്രൻ സൂര്യനുമാകുകയില്ല. അംശമായി പ്രവചിക്കുന്നതിൻ്റെ പൂർണ്ണമായ പ്രവചനം അത് ദൈവവചനം തന്നെയാണ്. മറ്റൊന്നിലേക്ക് പോകുവാൻ ഈ വേദഭാഗം നമ്മെ അനുവദിക്കുകയല്ല ചെയ്യുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ചൊല്ലുണ്ട്, മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇവിടെ അംശമായ പ്രവചനം അതിൻ്റെ പൂർണ്ണത എങ്ങനെ യേശുക്രിസ്തുവാകും? അംശമായ അറിവിൻ്റെ പൂർണ്ണത എങ്ങനെ അത് സ്നേഹമാകും? പ്രിയ സ്നേഹിതരെ, അത് ചിന്തിക്കുക. വാസ്തവത്തിൽ നിങ്ങളുടെ നയനങ്ങൾ അന്ധമായിരിക്കുന്നെങ്കിൽ അത് തുറക്കുവാൻ ഈ സന്ദേശം മൂലം ഇടവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വസ്തുത വെളിപ്പെടുത്തുവാൻ വേണ്ടി മഹത്തായ 2 ദൃഷ്ടാന്തമത്രേ പൗലോസ് ഈ വേദഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 11-ാം വാക്യത്തിൽ ധന്യനായ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ച് കളഞ്ഞു. ഇവിടെ ശിശു പുരുഷൻ എന്ന ഉപമാനങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശിശുവായിരുന്നപ്പോൾ ഉള്ള അതേ ചിന്തകൾ മാറി ആ ചിന്തകൾ രൂപപ്പെട്ട് ഒരു പുരുഷൻ്റെ ചിന്താതലത്തിലേക്ക് അത് വരികയാണ്. അതുപോലെ ശിശുവിൻ്റെ സംഭാഷണ രീതികൾ മാറിയിട്ട് ഒരു പുരുഷൻ്റെ സംഭാഷണ രീതിയിലേക്ക് ആ സംഭാഷണം വരികയാണ്. ഒരു ശിശുവിൻ്റെ നിരൂപണം മാറിയിട്ട്
ഒരു പുരുഷൻ്റെ യുക്തിബോധം വരികയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ശിശുവായിരുന്ന ആ ആള് തന്നെ വളർന്ന് പുരുഷനാകുകയാണ്. ഒരു പെൺകുഞ്ഞ് വളർന്നാൽ ഒരു സ്ത്രീയായും, ഒരു ആൺകുഞ്ഞ് വളർന്നാൽ ഒരു പുരുഷനായും മാറും. അല്ലാതെ ഒരു പെൺകുഞ്ഞ് വളർന്ന് ഒരിക്കലും ഒരു പുരുഷനാകുന്നില്ല. ഒരു ആൺകുഞ്ഞ് വളർന്ന് ഒരു സ്ത്രീയും ആയിത്തീരുന്നില്ല. അവിടെ സംഭവിക്കുന്നത് അവസ്ഥയുടെ മാറ്റമാണ്. ആളിനൊരു മാറ്റവുമില്ല. അംശമായിരുന്ന അതേ കാര്യം തന്നെ പൂർണ്ണതയിലേക്ക് വരികയാണ്. ഒരു കാര്യം കൂടെ അതിനോട് ബന്ധത്തിൽ ഓർത്തിരിക്കേണ്ടത്, ശിശുവായിരുന്നപ്പോൾ പുരുഷനില്ല, പുരുഷനായ ശേഷം ശിശുവുമില്ല. അതൊരു വസ്തുതയല്ലേ? പൗലോസ് പറഞ്ഞു, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, പുരുഷനായപ്പോൾ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. താൻ പുരുഷനായി തീർന്നപ്പോൾ ശിശുവായ പൗലോസ് ഇല്ല അവിടെ. എത്ര വ്യക്തമാണ്! ഇതുപോലെ തന്നെ കൃപാവരങ്ങളിലൂടെ ദൈവം പകർന്നു നൽകിയ ആ ദൈവിക വെളിപ്പാടുകൾ, ആ വെളിപ്പാടുകൾ തന്നെയാണ് അംശാംശമായി ദൈവം പകർന്നു നൽകിയത്. അതിൻ്റെ പൂർണ്ണത കൈവരിച്ചപ്പോൾ, പൂർണ്ണമായ വെളിപ്പാടുകൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അംശാംശമായി ലഭിക്കുന്ന ആ മാധ്യമം രംഗത്തു നിന്ന് മാറുകയാണ്. ശിശുവായപ്പോൾ പുരുഷനില്ല, പുരുഷനായ ശേഷം ശിശുവുമില്ല. ആര് ശിശുവായിരുന്നുവോ അവൻ പുരുഷനായി. അംശമായ വെളിപ്പാട് പൂർണ്ണ വെളിപ്പാടായി തീർന്നു. അംശമായ പ്രവചനം അത് പൂർണ്ണ പ്രവചനമായി തീരുകയാണ്. ഇത് വളരെ വ്യക്തതയോടെ പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് അംശം, എന്താണ് പൂർണ്ണത? എന്തിനാണ് ഇവിടെ ഒരു വാദത്തിന് ആവശ്യം? എന്തിനാണ് ഇവിടെ ഒരു തർക്കത്തിന് ആവശ്യം? ഏതൊന്ന് അംശമായിരുന്നുവോ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നു. അതാണ് പൂർണ്ണത. മറ്റൊരു ദൃഷ്ടാന്തം താൻ പറയുന്നത് ശ്രദ്ധിക്കുക. അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. എന്താണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇവിടെ കണ്ണാടിയിൽ കടമൊഴിയായി കാണും, അതുപോലെ മുഖാമുഖമായി കാണും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രയോഗം കൊണ്ടാണ് പല ആളുകളും പൂർണ്ണമായത് ക്രിസ്തുവാണ് എന്ന് പറയാൻ നിർബന്ധിതരായിത്തീരുന്നത്. ആ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ, വാക്കുകളുടെ അർത്ഥം ശരിക്കും ഗ്രഹിക്കാതെ അവരത് പറയുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടുവാൻ ഇടവരുന്നത്. മുഖാമുഖമായി കാണും എന്ന് പറഞ്ഞ ഉടനെ കർത്താവിന് മുഖാമുഖമായി കാണുന്നതായി തെറ്റിദ്ധരിക്കുകയോ ചിന്തിച്ചു പോകുകയോ ചെയ്യുകയാണ്. ഇവിടെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് മുഖം നോക്കുന്ന കണ്ണാടിയെക്കുറിച്ചല്ല, ഒരു ജാലക സ്ഫടികമാണ്, ഒരു ജനൽ കണ്ണാടിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കണ്ണാടി മുഖം നോക്കുന്ന കണ്ണാടിയല്ല, മറിച്ച് ജാലക സ്ഫടികത്തെക്കുറിച്ചാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ കാണുന്നതും കണ്ണാടി മാറിക്കഴിയുമ്പോൾ കാണാനിരിക്കുന്നതും ഒന്ന് തന്നെയാണ്, അതിന് മാറ്റമില്ല. ആ കണ്ണാടി മുമ്പിൽ നിന്ന് മാറിയാൽ സുതാര്യമായ ഒരു കാഴ്ച ഇവിടെ ഉണ്ടാകും. അതാണ് പൗലോസ് വ്യക്തമാക്കുന്നത്. മങ്ങിയ കാഴ്ച തരുന്ന, അല്പാൽപമായ കാഴ്ച തരുന്ന ഈ വരസിദ്ധികൾ അവിടെ നിന്ന് മാറുകയും ആ പൂർണ്ണ വെളിപ്പാടിലേക്ക് സഭ വരികയും ചെയ്യുമ്പോൾ തീർച്ചയായും മനുഷ്യൻ്റെ മുമ്പിലുള്ള ആ അവ്യക്തത മാറി വ്യക്തതയോടെ കാര്യങ്ങൾ കാണാൻ കഴിയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേറൊരു കാര്യം, അവിടെ ഒരു മങ്ങിയ കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ഇംഗ്ലീഷ് പരിഭാഷകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡിം എന്നുള്ള ആശയമാണ്. മങ്ങിയ ഒരു കാഴ്ച. ആ ഡിമ്മിന് ഒരു എതിർ പ്രയോഗമുണ്ട്, ബ്രൈറ്റ് എന്നാണ്. നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ്, നമുക്കതറിയാം. ഡിമ്മും ബ്രൈറ്റും. ആ ഡിമ്മിൻ്റെ മറ്റൊരു അവസ്ഥാന്തരമാണ് ബ്രൈറ്റ്. അതിലേക്ക് ആളുകൾ നയിക്കപ്പെടണം. അതാണ് ഇവിടെ പൗലോസ് ഉന്നയിക്കുന്നത്. ഈ കൃപാവരങ്ങൾ നിലനിൽക്കുമ്പോൾ അല്പാൽപമായ വെളിപ്പാടുകൾ നൽകി അതിലൂടെ ഒരു മങ്ങിയ കാഴ്ച മാത്രം ദൈവസഭയ്ക്ക് ലഭിച്ചപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഒരു വെളിപ്പാടിലേക്ക് കാര്യങ്ങൾ വരികയാണ് ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവല്ല പൂർണ്ണമായത്. യേശുക്രിസ്തുവിൻ്റെ വരവിനെയോ യേശുക്രിസ്തുവിനെയോ നപുംസകലിംഗത്തിൽ ഒരിക്കലും പൂർണ്ണമായത് എന്ന് പറഞ്ഞിട്ടില്ല.
യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീലിംഗ രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പൂർണ്ണത തീർച്ചയായും വന്നു. അതാണ് ദൈവവചനം. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പൂർണ്ണമായി നമ്മുടെ കരങ്ങളിൽ ലഭിച്ചതോടുകൂടെ അംശമായി ലഭിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ മാറ്റപ്പെട്ടു. അത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന വസ്തുതയാണ്. ആ വസ്തുതകൾ ചിന്തിക്കുവാനും അതിലേക്ക് വരുവാനും ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വസ്തുതകൾ നിങ്ങളുടെ കണ്ണ് തുറന്നാൽ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് നിങ്ങൾക്ക് വരുവാൻ സാധിക്കും. 1901 ആഗ്നസ് എൻ ഓസ്മാൻ എന്ന ഒരു പെൺകുട്ടിയിലൂടെ ലോകത്തിലേക്ക് പകരപ്പെട്ട അന്യഭാഷാവാദം വേദപുസ്തകത്തിലെ അന്യഭാഷയുമായി അതിനെ ഒരു തരത്തിലും തുലനപ്പെടുത്തുവാനാവാത്ത വിധം അത് വ്യത്യസ്തമാണ്. ആ പ്രസ്ഥാനത്തിനു വേണ്ടി നിൽക്കാതെ ദൈവവചനം എന്തു പറയുന്നുവോ അതിനുവേണ്ടി നിൽക്കുവാൻ ശ്രോതാക്കളെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വെളിച്ചത്തിലേക്ക് വരുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും ആദരിക്കട്ടെ.